വിചിന്തനത്തിൻ്റെ 34-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യപുത്രൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്ന യേശുവിനെ നമുക്ക് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. തുടർ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. കഷ്ടപ്പാടിൻ്റെയും ദുഃഖദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒരു കാലം വരാനിരിക്കുന്നു എന്ന് പറയുന്ന യേശു താൻ എന്തിനാണ് വരുന്നത് എന്ന് പറയുന്നതാണ് പ്രസ്തുത ഭാഗം. ഈ കഷ്ടപ്പാടിനെല്ലാം ശേഷം 3 കാര്യങ്ങൾ നടക്കുമെന്നും യേശു പറയുന്നുണ്ട്. ഒന്നാമതായി ആകാശഗോളങ്ങൾക്ക് വരുന്ന മാറ്റവും, രണ്ടാമതായി മനുഷ്യപുത്രൻ്റെ ആഗമനവും, മൂന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒത്തുചേരൽ അല്ലെങ്കിൽ വിളിച്ചുകൂട്ടൽ. യേശു അന്ത്യവിധിയെക്കുറിച്ചൊന്നുമല്ല ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. യേശു അനേകം പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാം ഒരുമിച്ച് ചേരലിനെ കുറിച്ചാണ് യേശു പറയുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കേൾക്കുന്നുണ്ട്: അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. യേശു ആദ്യമായി ഭൂമിയിലേക്ക് വരുന്നത് തൻ്റെ അധികാരത്തിൻ്റെ പൂർത്തീകരണം എന്നോണം മനുഷ്യപുത്രനായിട്ടാണ്. അപ്പോൾ ഈ ഭൂമിയിലെ ജനങ്ങൾ ആരും തന്നെ യേശുവിനെ അംഗീകരിച്ചില്ല. എന്നാൽ തൻ്റെ 2ാം വരവിൽ യേശു സർവ്വശക്തിയോടും കൂടി തൻ്റെ ചിതറിപ്പോയ ജനത്തെ ഒന്നിച്ചു ചേർക്കാനായിട്ടാണ് ഭൂമിയിൽ വരുന്നത്. ഇവിടെ യേശു തൻ്റെ ചിതറിക്കപ്പെട്ട ജനത്തെ ഒരുമിച്ച് കൂട്ടാനായിട്ട് വരണമെന്ന് പറയുന്നു. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നുണ്ട്: നിങ്ങൾ അത്തിമരത്തെ നോക്കി പഠിക്കണമെന്ന്. അത്തിമരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഹേമന്തമാകുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ ഇലകളും പൊഴിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും തളിർക്കുന്നതായിട്ട് കാണാം. ഈ വീണ്ടും ഇലകൾ തളിർക്കുന്ന ആ ഒരു സമയം വേനൽക്കാലമാണ്. വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പുതിയ ഇലകൾ തളിർക്കുന്നു. അതായത് അത്തിവൃക്ഷത്തിൻ എങ്ങനെയാണോ വേനൽക്കാലത്തെ വരവേൽക്കുന്നത്, അതുപോലെ നാമും യേശുവിൻ്റെ പ്രത്യാഗമനത്തിനായി ഒരുങ്ങിയിരിക്കണമെന്ന് യേശു നമ്മോട് പറയുകയാണ്. ഇവിടെ അത്തിവൃക്ഷം യേശുവിൻ്റെ പ്രത്യാഗമനം മാത്രമല്ല പറയുന്നത്, ലോക അവസാനത്തെ കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ലോക അവസാനം അത്യാസന്നമാണ്. അതിൻ്റെ സമയം നമുക്കൊരിക്കലും മുൻകൂട്ടി അറിയാനൊന്നും പറ്റില്ല എന്ന് യേശു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം എപ്പോൾ വേണമെങ്കിലും ആ ലോകാവസാനം ഉണ്ടാകും, അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രത്യാഗമനം എപ്പോൾ വേണോ സംഭവിക്കാമെന്ന് പറഞ്ഞ് ജാഗരൂകരായിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ മണവാട്ടിയുടെ കഥ, വിളക്കേന്തിയ വനിതകളുടെ കഥ കേൾക്കുന്നുണ്ട്. അവിടെ ഒരു മണവാട്ടിയെ പോലെ തൻ്റെ നാഥന് വേണ്ടി കാത്തിരിക്കണം. എപ്പോൾ വേണമെങ്കിലും തൻ്റെ നാഥൻ വരാമെന്ന രീതിയിലാണ് അവിടെ ആ വിളക്കേന്തിയ വനിതകൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് യേശു പറയുന്നു. അതുപോലെ തന്നെ നാം കള്ളനെ കുറിച്ചും പറയുന്നുണ്ട്. കള്ളനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നാം ഒരു വീട് കവർച്ച ചെയ്യാൻ വേണ്ടി ആ കള്ളൻ എപ്പോൾ വേണോ വരാം. നാം അതുകൊണ്ട് തന്നെ എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ ലോകാവസാനവും പ്രത്യാഗമനവും എപ്പോൾ വേണോ സംഭവിക്കാം എന്നാണ് അവിടെ പറയുന്നത്. ഈ പ്രത്യാഗമനത്തിന് വേണ്ടിയിട്ട് അത്തിമരം കാണിക്കുന്നത് ആ ഒരു അടയാളം എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ജീവൻ്റെ തുടുപ്പ് പുറത്തേക്ക് കൊണ്ടുവന്നാണ് കാണിക്കുന്നത്. നാം നമ്മിലെ വിശ്വാസത്തിൻ്റെ തുടുപ്പ് പുറത്തേക്ക് കൊണ്ടുവന്ന് യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് ലോകാവസാനത്തിന് വേണ്ടി കാത്തിരിക്കാമെന്ന് നമുക്ക് പറയാം.